പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. 2 വാർഡുകളിലായി 8ഓളം പേർക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും ജാഗ്രതാ നിർദ്ദേശം നൽകിയും പഞ്ചായത്തും ആരോഗ്യവകുപ്പും. തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിലെ 17, 18 തെക്കിങ്കര പുന്നമ്പറമ്പ് വാർഡുകളിലാണ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8ഓളം പേർക്കാണ് മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് തെക്കിങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ പറഞ്ഞു. പഞ്ചായത്തിനകത്ത് 17, 18 തെക്കിങ്കര പുന്നമ്പറമ്പ് എന്നീ 2 വാർഡുകൾ ഇവിടെ 8 ആളുകൾക്കാണിത് ഏകദേശം ഒരു ലക്ഷണം കണ്ടെത്തിയത്. അതിലിപ്പോൾ 17 3 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. 18 ഒരു 5 വീടുകൾ അടുത്തടുത്ത വീടുകൾ എന്ന രീതിയിലാണ് നമ്മൾ കണ്ടെത്തിയത്. ഇതിൻ്റെ മാർച്ച് 11 ഇവിടെ വാഴാനി കനാൽ വഴി വെള്ളം വിടുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു പ്രാഥമികമായി കണ്ടെത്തിയത് അവർ മനസ്സിലാക്കിയത് കനാലിൽ വെള്ളം വിടുമ്പോൾ സ്വാഭാവികം തൊട്ട് താഴെയുള്ള കിണറുകളിലൊക്കെ വെള്ളം പൊന്തും. അവിടെ ചില വീടുകളിലൊക്കെ പഴയകാലത്ത് ഒറ്റക്കുഴി കക്കൂസാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വെള്ളം നിറഞ്ഞതിൽ നിന്ന് വെള്ളം കിണറ്റിൽ നിന്ന് കുടിക്കുന്ന വെള്ളത്തിൽ നിന്നാണിത്. എന്നാൽ ഈ പരിസരത്ത് വേറെ കനാലിൻ്റെ മുകൾ വശത്തോ മറ്റ് പ്രദേശങ്ങളൊന്നും അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി വെള്ളത്തിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. മാർച്ച് 11 വാഴാനി ഡാമിൽ നിന്നും കനാൽ വഴി വെള്ളം തുറന്നുവിട്ടിരുന്നു. ഇതേ തുടർന്ന് കനാലിന് താഴെയുള്ള ഭാഗങ്ങളിലുള്ള കിണറുകളിലും ഒറ്റക്കുഴി കക്കൂസുകളിലും വെള്ളം നിറഞ്ഞ് കിണർ വെള്ളവുമായി കലർന്ന് രോഗം ഉണ്ടായതാകാമെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. മഞ്ഞപ്പിത്ത രോഗബാധയെ തുടർന്ന് തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഹെൽത്ത് സൂപ്പർവൈസർ, ആരോഗ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ആശാപ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സംയുക്ത യോഗം ചേർന്ന് പരിപാടികൾ ആസൂത്രണം ചെയ്തു. രോഗബാധ സ്ഥിരീകരിച്ച വാർഡുകളിൽ പനി സർവേ നടത്തുകയും 74ഓളം കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു. കൂടാതെ ഊർജിത ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ബോധവൽക്കരണ സന്ദേശം എന്ന് പറഞ്ഞാൽ 2 ക്ലാസുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ പരമാവധി ആ പരിസരത്തുള്ള ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള പരിസരത്തുള്ള പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ആളുകൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചോദിക്കലും പറയലും അതിന് വേണ്ട ഒരു പരിഹാര നിർദ്ദേശങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് അറിഞ്ഞ വശം പഞ്ചായത്തും ഫാമിലി ഹെൽത്ത് സെൻ്ററും സജീവമായി ഇത്തരം പ്രശ്നങ്ങൾ കൂടി കണ്ട് മനസ്സിലാക്കി അതത് പ്രദേശങ്ങളിൽ പോയി എന്താണ് ഇതിന് കാരണം എന്ന് കണ്ടെത്താനും അതുവഴി പരിസരത്തുള്ള എല്ലാ കിണറുകളും ഏകദേശം 74ഓളം കിണറുകൾ ഇതിൻ്റെ ഭാഗമായി ക്ലോറിനേഷൻ നടത്തുകയുണ്ടായി പെട്ടെന്ന് ഈ ആഴ്ച തന്നെ. അടിയന്തരമായി ഇതിനിടയിൽ 2 കേന്ദ്രങ്ങളിലായി 2 വാർഡിലും നല്ല രീതിയിൽ ആളുകൾ പങ്കെടുക്കാവുന്ന രീതിയിൽ ഒരു ക്ലോറിനേഷൻ മറ്റേ ബോധവൽക്കരണ ക്ലാസ് ആളുകളെ വിളിച്ചുകൂട്ടി അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്കാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏകദേശം 5 പേർക്ക് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഇതിൻ്റെ ടെസ്റ്റ് ഇത് അയച്ചിട്ടുണ്ട്. റിസൾട്ട് 2 ദിവസത്തെ സമയമെടുക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ പൊതുവിൽ പഞ്ചായത്തിനകത്ത് മറ്റ് പല സ്ഥലത്ത് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങളില്ല. ഇവിടെ ഇത് നിയന്ത്രണ വിധേയമായിട്ടാണ് ഇപ്പോൾ പൊതുവിൽ നിൽക്കുന്നത്. VCV ന്യൂസ് തെക്കുംകര.